എന്തിനിവിടെ കിട്ടേക്കുന്ന സേഫ് അല്ല. എനിക്ക് തന്നെ എന്ത് ഇഷ്ടമെന്നറിയോ, എത്ര നാളായിട്ട് പറയുന്ന ഒന്ന് പുറത്തിറങ്ങാന്ന്. ഇവിടെ സേഫ് ആണോ കേട്ടോ, ഇവിടെ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പ്രൈവസി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുവരും. എന്തെങ്കിലും നോക്കുന്നു? റൊമാൻസ്. എന്താണ് റൊമാൻസ്? ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ്. ഞാൻ എന്ത് കാര്യമാണ് അപ്പൊ ചോദിച്ചോളൂ, ഒരു ഉമ്മ തരൂ. 140 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് വന്നല്ലേ, ഒരു ഉമ്മയെങ്കിലും താ. ഒരു ഉമ്മാടി കല്യാണം കഴിഞ്ഞിട്ടാ 10 രൂപയ്ക്ക് ഡീസൽ അടിച്ചു വന്നത് ഒരു ഉമ്മ താടി. എനിക്ക് എന്തെങ്കിലും ഒരു മെമ്മറീസ് എന്തെങ്കിലും വേണ്ട. ഇത് എന്താ, ഇത് ഒന്നുമില്ലേ? ഒരു ഉമ്മ വേറൊന്നും ചോദിച്ചില്ലല്ലോ, ഒരു ഉമ്മ എനിക്ക് തന്നൂടെ? ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് എന്റെ ഓരോ കൂട്ടുകാര് കുത്തി മറിയാണ്. എവിടെ കളഞ്ഞിട്ട് പോണടി? നിനക്ക് തിന്നാൻ വേണ്ടി ഫുഡ് ഓർഡർ കൊടുത്തില്ലേ, അത് വാങ്ങിക്കൂടെ? നിന്റെ അണ്ണാക്കി തിരിവണ്ടേ? ഞാൻ പോയി വാങ്ങിട്ട് വരാം കേട്ടാ. ഞാനേ നട്ടലുള്ളവനാ, ഞാൻ കൂടുതൽ കഞ്ചത്തൊന്നുമില്ല. ഒരു ഉമ്മ തരൂ. ഇത് സ്ഥലം അറിയോടാ? ഇല്ല, അറിയത്തില്ല. ഇതാണ് നസുക്കമുക്ക്. ഓ ശരി. എന്തേട്ടാ? ഇവിടെ ഒരുപാട് നേരം ഒന്നും കിടക്കാൻ പറ്റൂല. ഒരുപാട് നേരം ഒന്നുമില്ല, നമ്മളിപ്പോ പോവും. അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. മീൻ മുറിക്കുന്നിടത്ത് പൂച്ച വന്നിരിക്കുന്ന കൊറേ വന്ന് നിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണത്. അവളെ കൊണ്ട് ഞാൻ പലയിടത്ത് പോവുകയും ചെയ്യും. അതൊന്നും തിരക്കാൻ നീ വരണ്ട കേട്ടാ. ചേട്ടാ, എനിക്ക് കാര്യം പറയാനുണ്ട്. ഹലോ, ആ ചിരിച്ചോണ്ടിരിക്കുന്നു. അണ്ണൻ ചിരിച്ചോണ്ടിരുന്നപ്പോ നീ പോയെന്താടാ? വട്ടുവല്ലോ ആണെന്ന് തോന്നുന്നു, ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നു. നീ ഒന്ന് പറയണോ അണ്ണ ചിരി നിർത്താൻ? ഇറങ്ങി വാടാ അങ്ങോട്ട്. അണ്ണാ ചിരി നിർത്ത്. നീയൊക്കെ എന്താ ഇത് പറയുന്ന? ഞേങ്ങിയെന്നാ ഒരുത്തിയാണെങ്കിൽ ഒരു ഉമ്മ വരുന്നില്ല, ഒരുത്തന്മാരിവിടെ ഒന്ന് പ്രാന്ത് കാണിക്കുന്നു. കൊച്ചെ, ആ ചെറുക്കൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളൂ കേട്ടോ. എനിക്കൊരു കാര്യം, ഇവര് ചിരിച്ചു തുടങ്ങിയിട്ട് ചിരി നിർത്തിയില്ല. ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ ചിരി നിർത്തിയ. അത്രയും നല്ല മനുഷ്യര്. ചിരി നിർത്തണം, ചിരി നിർത്ത്. മോനെ ഒരു ടിഷ്യൂ എടുത്തരോ? ആണെങ്കിൽ ചിരിക്കാൻ മാത്രമേ അറിയൂ, വേറെ സംസാരിക്കില്ല. പിന്നെ സുധിയെന്ന് വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. പോട്ടെ, താങ്ക് യു. കൊറേ വിവരം ഇല്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ ഒന്ന് ജനിച്ച്. നാളെയാണ് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള ലാസ്റ്റ് ദിവസം. നീ അളിയെ നീ എന്നെ ഓർമ്മിപ്പിക്കണേ. എടാ, അത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നീ എന്നെ 1 മണിക്കൂർ മുമ്പേ വിളിച്ച് ഓർമ്മിപ്പിക്കണേടാ. അതെനിക്ക് ഓർക്കാമെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണം. അത് എനിക്ക് സ്വന്തമായിട്ട് അങ്ങ് ഓർത്താ പോരെ. എടാ, നിനക്ക് ഓർക്കാമെങ്കിൽ പിന്നെ നീ അങ്ങ് ഓർത്താ പോരെ. അത് മറന്നു പോകുന്നുണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേന്ന്. നിനക്കത് ഓർക്കണമെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കും, ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. നീ എന്താ ഈ പറയുന്നേ? എടാ, നിന്നെ അത് ഓർമ്മിപ്പിക്കാമെങ്കിൽ എനിക്കത് സ്വന്തമായിട്ട് ഓർത്തെടുത്താ പോരെ. വിട്, നീ എന്നെ വിളിക്കണ്ട. അത്രേ ഉള്ളൂ. നീ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ അത് ഓർത്തെടുക്കാം. നാളെ എന്താണ് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞ? ഞാൻ അത് മറന്നുപോയി. വീട്ടിൽ കറണ്ടില്ലാട്ടാ. കറണ്ട് ബില്ല് അടയ്ക്കാൻ എന്താ പ്രശ്നം? നാളെ ഞാൻ ഒരു കാര്യം മറന്നു പോവാതിരിക്കാൻ ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ. നാളെ അവനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് ഓർമ്മിപ്പിക്കും. അപ്പൊ ആ കാര്യം ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കാന്ന്. അത് എവിടത്തെ കോപ്പിലെ വർത്തമാനമാണത്? ഇത് മനസ്സിലായില്ല. സിമ്പിൾ കാര്യം. ഇവൻ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് അതിന് മുമ്പേ വിളിക്കും, ഞാൻ അവനെ ആ കാര്യം ഓർമ്മിപ്പിക്കാന്ന്. അത്രേ ഉള്ളൂ. ഹാഷര, നീ ഒരു കാര്യം ചെയ്യും. നീ എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കും, ഞാൻ അവനെ വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. അപ്പൊ അവൻ നിന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കും. പ്രശ്നം തീർന്നില്ലേ? നിനക്കെന്താ ഇനി ഞാൻ നിന്നെയും കൂടെ വിളിച്ച് ഓർമ്മിപ്പിക്കണോ? ഒരു 3% ആവശ്യമുണ്ടോ? നമുക്ക് തീർത്താ. നീ പോയ വീട്ടില് നാളെ ഒരു 11 വിളിയാ തീർന്നു. നമ്മളെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം അത്രയല്ലേ ഉള്ളൂ. നീ അതിന് മുമ്പേ എന്നെ ഒന്ന് വിളിക്കും, ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കാം. പ്രശ്നം തീർന്നല്ലേ? ഉപയോഗം കഴിഞ്ഞെങ്കിൽ വണ്ടിയെ കൊണ്ട് തന്നൂരടാ. അളിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയാൻ പോയാ. കാര്യം പറയണ അത് ഞാൻ എങ്ങനെ പറയൂടാ നിന്റെ അടുത്ത്? വണ്ടിയെല്ലാം കൊണ്ട് തട്ടിയാ? അതിനെന്താ? അതിനെന്താ? വണ്ടിയാകുമ്പോ തട്ടും. എവിടെയാ തട്ടിയത്? എഞ്ചിനുകളായി പോയാ? അയ്യോ, അതിലല്ല, ബാക്കില്, ബാക്ക് സൈഡില്. ബാക്ക് ഇടിച്ച് മറിച്ച്. ഇല്ലല്ല, മറിഞ്ഞില്ല. ഏത് ഈ ഇത്തിരി പോലെ പെയിന്റ് പോയതാ? പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്ത് കാര്യം? കാറിന്റെ അകത്ത് കുത്തി മറിഞ്ഞ
EMI എപ്പോഴും അടച്ചോണ്ടിരിക്കുകയായിരുന്നു, അതായിരുന്നു ഒരു വിഷമം. 4 ടയറോടെ ഉണ്ടാണേ. ആ സുധീറേ, അളിയ ഞാൻ അറിയാതെ ഞാൻ വേണം. അളിയ ഒന്ന് പറഞ്ഞ കളിയാ, വണ്ടി ഇടിച്ചളിയാ, പെട്ടെന്നോ സ്പോട്ടിൽ എത്തണം. അളിയ നിർത്താതോ പോണ ഇതാണല്ലേ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക, എന്തേലും പറയടാ. വണ്ടി ഇത് എന്ത് ചെയ്യും? ഇതിപ്പോ നമുക്ക് എനിക്ക് അറിയുന്ന പയ്യനായി പോയി. വണ്ടിയൊക്കെ ആകുമ്പോ തട്ടേ മുട്ടയൊക്കെ ചെയ്യും. എന്റെ വണ്ടിയായിരുന്നു അടി ചെവിക്കൽ ഞാൻ പൊട്ടിച്ചേ അവന്റെ. നീ അടിച്ചാണ് എന്റെ ചെവുക്കെല്ലാം. നീ വിറയ്ക്കും. അവന്റെ അച്ചാരെന്നറിയോ? ഉണ്ട പത്രോസ്. ആ 3 ഉണ്ട ഇപ്പോഴും വീട്ടിൽ ഇരിപ്പില്ലേ? നിന്റെ വെഞ്ചാമര കയറ്റി ഓടി പൊട്ടിച്ചോണ്ടല്ലോ നിന്റെ അച്ഛനൊക്കെ നമ്മള് പണിഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് അല്ലേ? ഓ ആ പണിയായിരുന്നു. ഭയങ്കര തമാശ. ബ്രോ ഇത് അറിയാതെ ഞാൻ തട്ടിയത്. എല്ലാരും അറിയാതെ തന്നെ തട്ടുന്നത്. സംഭവം ഒന്നും അവ അവന്റെ പെണ്ണുമായിട്ട് ഒന്ന് പോയി, എന്റെ ശ്രദ്ധ ഒന്ന് മാറി പോയടേ, ഒന്ന് വിട് അല്ലേ. കാറിന്റെ അകത്ത് എന്തോ പരിപാടിയായിരുന്നു? കാറിന്റെ അകത്ത് ഇപ്പൊ 1 മാസം എടുക്കും ഇത് പണിഞ്ഞു കിട്ടാൻ. ഭയങ്കര പണിയാണല്ലേ പണിയാൻ പോണ. പിന്നെ ഭയങ്കര പണിയല്ല. 4 ലെയറാണ് ഇങ്ങനെ ഇടാൻ പോണത്. 25 രൂപ പറയടാ. 25,000 രൂപ അമ്മ ഒതുക്കി വിടാം. 500 ഔട്ട് തന്നെ വേണം. ആശിരൊന്നും പറയടാ, ഞാൻ മനപ്പൂർവ്വം ഇല്ല ബ്രോ. പുള്ളരെ കയ്യിൽ നിന്നൊക്കെ ചെറുതായിട്ട് പറ്റുന്നില്ലെങ്കിൽ ക്ഷമിച്ച് വിട്. 4 ലെയർ വേണ്ട ബ്രോ, 1 ലെയറിൽ അടിക്കാൻ പറ്റും. 1 ലെയറിലൊന്നും ഞാൻ അടിയാതൊന്നും നടക്കില്ല. ഞാൻ ശരീരം അനങ്ങിയാണ് പെയിന്റ് അടിക്കാൻ പോണത്. ഒരു 25,000 രൂപയാണെങ്കിൽ അടിക്കാം. ആ കുറ നീ കൊടുത്ത് തീർച്ചു അടയില്ലാതെ നടക്കില്ല. കാര്യം ഇവൻ തൊട്ട പണിയാണ്. റൂം എടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് കാർ കൊണ്ടുപോയ. അവിടെ ഞാൻ കൊടുത്ത് തീർത്തോളാം. ഞാൻ കൊടുത്ത് തീർക്കാം. വിട്. പൈസ ഇല്ലാത്തോണ്ട് എല്ലാം വാങ്ങാൻ ഇരിക്കരുത് കേട്ടോ. അവസാനം വിധി നിന്നെ വെപ്രാളിപ്പിക്കും. ഓക്കെ പോട്ട് പോ. ഒരു 5 പൈസ പോലും വാങ്ങാതെ വിടല്ലേ അവനെ. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, ഓലയുടെ ഇടയിലും കച്ചിലിന്റെ ഇടയിലും പിള്ളേരൊക്കെ മോനെ തുടിക്കെ പ്ലക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. അത്രേ ഉള്ളൂ. എന്തിനാണ് ഞാൻ ഈ ഭൂമി ജനിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യ. അറിയാമെങ്കിൽ പിന്നെ അതിനെപ്പറ്റി എന്തിനാണ് പറയുന്നത്? അതങ്ങ് വിട്. ചുമ്മാ അത് ആലോചിച്ചോണ്ടിരിക്കാതാ. എന്തോ കിട്ടുന്ന ഇങ്ങനെ ദിവസം ഇങ്ങനെ ടണ്ണ് കണക്ക് ആലോചിക്കുമ്പോ. പക്ഷെ ഞാൻ എന്തിനാണ് ഈ ഭൂമി ജനിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട്. അതിനെ പറ്റിയുള്ള ബോധം ഉണ്ടോ? അങ്ങനെ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കണ്ട, മിണ്ടായിരി. ചേടാ ഇതിപ്പോ ഒന്നും പറയാൻ പറ്റൂലേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോരുത്. എന്നെ പോലെ മാറി നിൽക്കാൻ പഠിക്കണം. എങ്കിലേ ഊക്കിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഹലോ, 1 കിലോ പഞ്ചാര. ഓക്കെ വീട്ടിൽ 1 കിലോ പഞ്ചസാര വാങ്ങണം. ബാ കേറ്. നീ ഇങ്ങനെ ഒന്നിലും അഭിപ്രായം പറയാതെ ഇങ്ങനെ പഴം വിഴുങ്ങിയ കണക്ക് നിക്കണം കേട്ടാ. ആ നട്ടൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് നൂത്ത് വെക്ക്. ഇതിപ്പോ ഞാൻ ഒന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കൊട്ടിട്ടു. ഞങ്ങളൊക്കെ വാ തുറന്നാലേ കൊട്ടിട്ടു. നീ വാ തുറന്നില്ലേലും കിട്ടും. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലേ പുല്ല്. എങ്ങനെ സ്റ്റാർട്ട് ആവും? നീ ഇന്നലെ എത്ര മണിക്കൂറാണെന്ന് പറയാം ഇതിൽ പാട്ട് വിട്ട് ഓണാക്കിയിരുന്ന. പക്ഷെ ബാറ്ററി ഡൗൺ ആയി. ഇനി സ്റ്റാർട്ട് ആവില്ല. ഇനി ആരെങ്കിലും വിളിച്ചോണ്ടൊന്ന് ബാറ്ററി ചാർജ് ചെയ്യിപ്പിക്കണം. സ്വന്തം വാപ്പാടെ പേരെന്തെന്ന് ടീച്ചർ ചോദിച്ചപ്പം 3 തവണ ഇരുന്ന് ആലോചിച്ചവന്. അതേസമയം ഇവന്റെ അടുത്ത് കാറിന്റെ പേരെല്ലാം ചോദിക്കുകയാണെങ്കിൽ ടപ്പേ എന്നാ ഉത്തരം പറയാം. അങ്ങനെ ഉത്തരം പറഞ്ഞവന്. ഒരു കാറ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? അതിന്റെ അകത്ത് കയറിയിരിക്കും. ഇവനാണെങ്കിൽ ബോണറ്റ് തുറന്ന് എഞ്ചിന്റെ അകത്ത് സംസാരിച്ചോണ്ടിരിക്കും. എന്റെ മൂത്താപ്പടെ കാർ വേണ്ടി വീട്ടിൽ കൊണ്ടിട്ട് ഞാൻ ഒരു ദിവസം തിരിച്ചു വന്നപ്പോഴേ മൂത്താപ്പടെ വണ്ടിയുടെ എഞ്ചിൻ കാണുന്നില്ല. ഇവന്റെ റൂമിൽ കൊണ്ടിട്ട് ഊരിട്ട് പണിയുന്നു. കണ്ണടച്ചൊരു കാറിൽ തൊട്ട് കഴിഞ്ഞാൽ ആ കാറിന്റെ പേരവൻ പറയും. മുമ്പേ ഇവ ഒരു ബൈക്ക് കാറാക്കി. ഈ കാർ കണ്ടാ അടുത്ത മാസം ലോഞ്ച് ആവാൻ പോണ കാറാണ്. ഇത് റോഡിൽ കൂടെ ഓടൂല. ഇത് എനിക്കറിയാതെ ഭയങ്കര സംഭവം. ട്രാക്കിൽ കൂടെ ഓടത്തുള്ളൂ. ഭയങ്കര കാറാണ്. ഇവിടെ ഓടിക്കത്തില്ല. പറ്റൂല. എന്താ അറിവാണല്ലേ അവന്? എന്തറിവ്? അവന് പുറത്തിറങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് വല്ല അറിവുണ്ടാ? എന്തോന്ന് പുറത്തിറക്കുന്ന മൈജി ഓണം ഓഫറിനെ കുറിച്ച് അവന് അറിയാവോ? അല്ല മൈജിയിലെ ഓഫർ എന്താ? അളിയ 25 ടൊയോട്ടോ ഗ്ലാൻസ കാറുകളാണ് ഇത്തവണ കൊടുക്കുന്നത്. എടാ 1 ലക്ഷം വീതം 30 പേർക്ക് കൊടുക്കുന്നുണ്ട്. 60 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, അതും 30 ദമ്പതിമാർക്ക്. പോരാത്തതിന് 30 സ്കൂട്ടറുകൾ. പിന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറുകൾ വേറെ. തീർന്നിട്ടില്ല, ഓരോ പവന്റെ ഗോൾഡ് കോയിനുകൾ, അതും 30 പേർക്ക്. അളിയ ഇതൊന്നും അവ അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഇത്രയും ഓഫർ കിടന്നിട്ട് ഇതൊന്നും അറിയാതെ അവൻ ഒരു സൈഡിൽ നിന്ന് ജീവിച്ചു പോകും. ഇപ്പോഴത്തെ കാറൊക്കെ ഒരു കാറാണ്. ആൻഡ്രോയിഡ് ഫോണിന്റെ താഴെ 4 ടയർ വെച്ചടക്കാണ് ഇരിക്കുന്നത്. ഒരു കാറെന്നൊക്കെ പറയുമ്പോ നമുക്ക് ആ ഫീല് വരണം. ആശ്രയ പാവല്ലേടാ അവന്റെ ലോകത്ത് ജീവിക്കുന്നു. അളിയ ഇങ്ങനെ ശബ്ദം ഇടുന്ന ഏതൊരു വണ്ടി ഉണ്ടല്ലോ അളിയ. അതേത് വണ്ടിയിടാ?